ഇന്ന് ഞാൻ നാസിക്കിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇത് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി എവിടെ പോകുന്നതെന്ന് വെച്ചാൽ പാഴ്സൽ ഓഫീസിലാണ്, റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ വരുന്നതിന് തലേ ദിവസമായിരുന്നു പ്രണയുടെ ബൈക്ക് പാഴ്സൽ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എത്തിയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ 5 മണിക്ക് ശേഷമായതുകൊണ്ട് പിറ്റേ ദിവസം വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതേ കാണുന്നതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ പാഴ്സൽ ഓഫീസിലെത്തിയപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ, അവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല ബിഹേവിയർ ആയിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പുതിയ സ്ഥലത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ ആ ടെൻഷനൊക്കെ ഇവിടെ വന്നതോടുകൂടി എനിക്ക് മാറി. നല്ല ബിഹേവിയർ ആയിരുന്നു അവിടെ ഉണ്ടാകുന്ന ഓഫീസർക്കും എല്ലാം. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉടുപ്പി തടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടുത്തെ ടേസ്റ്റൊക്കെ പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മസാല ദോശയും കോഫിയാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഊത്തപ്പം അങ്ങനെ എന്തോ ആണ് വാങ്ങിയത്. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വടയും കൂടെ കഴിച്ചു. നേരെ ഒരു സിനിമയ്ക്കാട്ടോ പോയത്. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പ്രണി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോകയാട്ടോ കണ്ടത്, കിടിലൻ സിനിമയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോയി. പുതിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കൂടുതലും ക്ലീനിങ് ഐറ്റംസാണ് വാങ്ങിയത്. ഓണർ നമ്മൾക്ക് നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ വീട് തന്നിട്ടുള്ളത്. എന്നാലും നമ്മൾ കയറി താമസിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങി. പ്രണി കർട്ടനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ജനലും വാതിലുകളും ഒക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ക്ലീനിങ് ഒക്കെ ഞങ്ങൾ പെട്ടെന്ന് തീർത്ത് തിരിച്ചു പോയി. കാരണം ഗസ്റ്റ് ഹൗസിൽ മെസ്സ് അടയ്ക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.